അബ്രഹാം തൻ്റെ മോന് കല്യാണം ആലോചിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മോൻ പെണ്ണ് കെട്ടിയില്ലേലും വേണ്ടില്ല, വിട്ടുപോകുന്നിടത്തോട്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകരുത്. ഒരു സ്തോത്രം കൈ ഉയർത്തി പറ മക്കളെ. അടുത്ത പദം എനിക്ക് വളരെ സന്തോഷം നൽകി. ഞാൻ കരഞ്ഞത് വായിച്ചിട്ട്. എന്താണെന്നറിയാമോ? എലയാസിനോട് അബ്രഹാം പറഞ്ഞു, എലയാസറേ, എന്നെ ഇതുവരെ കൊണ്ടുവന്നവൻ, എൻ്റെ പിതൃഭവനത്തിൽ നിന്ന്, ചാർച്ചക്കാരുടെ നിന്ന് എന്നെ വിളിച്ചിറക്കി ഇതുവരെ കൊണ്ടുവന്നവൻ എൻ്റെ തലമുറയെ കൈവിടില്ല. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ കരുതും. ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയുന്നു, നിന്നെ വിളിച്ച ദൈവം, നിന്നെ വഴി നടത്തിയ ദൈവം, ഇതുവരെ കൊണ്ടുവന്ന ദൈവം നിന്റെ തലമുറയെ കൈവിടില്ല. വാ തുറന്ന് കരമടിച്ച് വിശ്വാസത്തോട് പറ, എൻ്റെ സന്താനത്തെ എൻ്റെ ദൈവം കൈവിടില്ല. വിശ്വാസത്തോട് പറ, എൻ്റെ തലമുറയെ അവൻ കൈവിടില്ല. ശക്തിയോടെ ആലോചിച്ചോണ്ട് പറ, എൻ്റെ സന്താനത്തെ കൈവിടില്ല. നിന്റെ വിശ്വാസം അതായിരിക്കണം. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം, കർത്താവിൻ്റെ ദാസന്മാരോട് ഞാൻ പറയാം, ദൈവമക്കളോട് ഞാൻ പറയാം, നിന്റെ തലമുറയ്ക്ക് ഒന്നും സമ്പാദിച്ചു കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിലും ദൈവകൃപയിൽ നീ അവരെ വളർത്തുക. ദൈവകൃപയിൽ വളർത്തുക. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, ആരാധിക്കാൻ പഠിപ്പിക്കുക, കരയാൻ പഠിപ്പിക്കുക. നീ ഒന്നും കൊടുത്തില്ലെങ്കിലും ദൈവം സമയത്ത് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തുകൊള്ളും. നിന്റെ തലമുറയെ, കരഞ്ഞുകൊണ്ട് ഞാൻ പറയാം, നിന്റെ തലമുറയെ എൻ്റെ ദൈവം കൈവിടില്ല. കൈയടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ദൈവത്തിന്റെ അഭിഷക്തന്മാരെ, ക്രൂശ് ചുമന്ന ശിമോന്റെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ നിന്റെ തലമുറയെ അവൻ കൈവിടില്ല. ഞാൻ കൂടെ പറയും. ഞാൻ പലപ്പോഴും പ്രസംഗിക്കാൻ പറയാം. എൻ്റെ ഇളയ മോന്, അവനിപ്പം അവിടെ പഠിക്കാൻ പോയിരിക്കുക. അപ്പോൾ അവന് 7-8 വയസ്സുള്ളപ്പോൾ അവൻ പ്രസംഗം തുടങ്ങിയവനാ. അവൻ പറയും ഇടയ്ക്കിടയ്ക്ക് പപ്പ പറയുന്ന പോലെ. എന്താ പപ്പ പറയുന്നറിയാമോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, നിന്റെ തലമുറ ഒത്തിരി പുറയിലാണെന്ന് നിനക്ക് തോന്നിയാലും ഫൈനൽ റൈസിൽ, അവസാന കുതിപ്പിൽ ദൈവരെ മുന്നിൽ കൊണ്ടുവരും. വാ തുറന്നു വിശ്വാസമുണ്ടെ പറ, ഇന്ന് രാത്രി പറ, നിന്റെ തലമുറ ഒത്തിരി പുറയിലാണെന്ന് നിനക്ക് തോന്നിയാലും അവസാന കുതിപ്പിൽ, ഫൈനൽ റൈസിൽ ദൈവം നിന്റെ തലമുറയെ മുന്നിൽ കൊണ്ടുവരും. മക്കളെ, സന്തോഷത്തോട് സ്തോത്രം പറ. ദൈവത്തെ മഹത്വപ്പെടുത്തി പറ, നീ മണ്ടനാണെന്ന്, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്. ഓഹോ, ആരൊക്കെ വിധി എഴുതിയാലും അവസാന കുതിപ്പിൽ മുന്നിൽ കൊണ്ടു നിർത്താൻ ദൈവ ശക്തനത്രേ. ഒന്നും ഭാരപ്പെടേണ്ട അഭിഷക്തന്മാരെ, ഒന്നും ഭാരപ്പെടേണ്ട. മക്കൾക്ക് വേണ്ടി ബാങ്ക് ബാലൻസ് ഇട്ടില്ലെന്നോ 5.5 ഏക്കർ സ്ഥലം എഴുതിയില്ലെന്നോ ഒന്നും ഓർത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസിയെ നിന്നോടാ പറയുന്നത്, മക്കൾക്കൊന്നും കൊടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും മുട്ടിമേ നിൽക്കാൻ പഠിപ്പിക്ക്, കരമടിക്കാൻ പഠിപ്പിക്ക്, സ്തോത്രം പറയാൻ പഠിപ്പിക്ക്, ഉപവസിക്കാൻ പഠിപ്പിക്ക്, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്ക്. തമ്പുരാൻ അവിടെ കാര്യം നോക്കിക്കൊള്ളും. സ്തോത്രം. അബ്രഹാം പറഞ്ഞു, എലയാസറെ നീ പോക്കോ, നിനക്ക് മുമ്പേ എൻ്റെ ദൈവം തന്നെ ദൂതനെ അയക്കും. ഈ ആരാധിക്കുന്നിടത്ത് കയറിയുന്ന, പ്രാർത്ഥിക്കുന്നിടത്ത് കയറിയുന്ന ദൂത് തന്നെ വരും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ആരാ ദാവീദിനെ റെക്കമെൻഡ് ചെയ്ത് ആരാന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? ഇസ്രായേൽ ഒരു രാജാവിനെ വേണ്ടി വന്നപ്പോൾ ദാവീദിനെ ശൗലല്ല റെക്കമെൻഡ് ചെയ്തത്. ശമൂവേലിന്റെ ലിസ്റ്റിൽ ദാവീദ് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ പാസ്റ്ററെ? ഇല്ല. പക്ഷേ തൻ്റെ ഏകാന്തതകൾ ദൈവത്തിന് കൊടുത്ത ദാവീദ്, തൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തതകൾ ദൈവത്തിന് കൊടുത്തപ്പോൾ ആദ്യം ദൈവം അവനോട് സംസാരിപ്പാൻ തുടങ്ങി. പിന്നെ ദൈവം അവനിലൂടെ സ്തോത്രം ദേശത്തോട് സംസാരിക്കാൻ തുടങ്ങി. ആദ്യം ദൈവത്തോട് ദാവീദ് സംസാരിച്ചു, പിന്നെ ദാവീദിനോട് ദൈവം സംസാരിച്ചു, പിന്നെ ദാവീദിലൂടെ ദൈവം ജനത്തോട് സംസാരിച്ചു. ചെറുപ്പക്കാരെ, നിന്റെ ഏകാന്തത ദൈവത്തിന് കൊടുത്താൽ ദൈവം നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. പിന്നെ നിന്നിലൂടെ ദൈവം ദേശത്തോട് സംസാരിക്കാൻ തുടങ്ങും. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇസ്രായേലിൽ ഒരു രാജാവിൻ്റെ വേക്കൻസി വന്നപ്പോൾ ശൗലല്ല ദാവീദിനെ റെക്കമെൻഡ് ചെയ്തത്. ശമൂവേൽ പ്രവാചകന്റെ ലിസ്റ്റിൽ അവൻ ഇല്ലായിരുന്നു.
പക്ഷെ ആരാണ് ദാവീദ് റെക്കമെൻഡ് ചെയ്തത്? സ്വർഗത്തിലെ ദൈവം റെക്കമെൻഡ് ചെയ്തു. രാജാവാക്കാൻ കൊള്ളാകുന്നവൻ ഒരുത്തൻ കാട്ടിൽ കിടപ്പുണ്ടെന്ന് തമ്പുരാൻ പറഞ്ഞു. ഓഹോ, ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്ന ദൈവ പൈതലേ, നിന്നെ റെക്കമെൻഡ് ചെയ്യാൻ, നിന്റെ തലമുറ റെക്കമെൻഡ് ചെയ്യാൻ ഇവിടെ ആരുമില്ലെങ്കിലും ദൈവം നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. കൊള്ളാകുന്ന ഒരുത്തൻ കാട്ടിക്കിടപ്പുണ്ടെന്ന്, കൊള്ളാകുന്ന ഒരുത്തൻ മറഞ്ഞിരിപ്പുണ്ടെന്ന് തമ്പുരാൻ പറയും. നീ ഭാരപ്പെടുവൊന്നും വേണ്ട. നിനക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും നീ കരഞ്ഞോ കുഞ്ഞേ? ആരോടൊക്കെയോ ദൈവം ഇന്ന് രാത്രി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നീ കരഞ്ഞോ? നിനക്ക് വേണ്ടി UK-യിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഒന്നും റെക്കമെൻഡ് ചെയ്യാൻ ആരും ഇല്ലെങ്കിലും സമയമാകുമ്പം തമ്പുരാൻ പറയും, ഇന്നടത്തൊടുത്തൻ കിടപ്പുണ്ട്, അവനെ കൊള്ളാമെന്ന് തമ്പുരാൻ പറയും. ഈ രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചോ? എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഒരുവനുണ്ട്, എന്നെ ഉയർത്തുന്ന ഒരുവനുണ്ട്, എന്നെ മാനിക്കുന്ന ഒരുവനുണ്ട്. എൻ്റെ തലമുറ എൻ്റെ ദൈവം കൈവിടില്ല.